നിയമ നടപടിക്കുള്ള സാധ്യതകൾ ഞങ്ങൾ പരിശോധിക്കും. അതൊന്നുകൂടി നിയമവിദഗ്ധരുമായി ആലോചിച്ച് നിയമ നടപടികളിലേക്ക് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോൾ നോക്കൂ, നിങ്ങളോട് എത്ര ലാഘവത്തോടു കൂടിയാണ് CPM-നോട് അല്ലെങ്കിൽ DYFIയോട് കണക്ക് പറയേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നത്. നിങ്ങൾ തന്നെയല്ലേ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളുടെ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്തത്? അതായത് ഞങ്ങൾ പണം കൊടുത്തു എന്ന് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടല്ലോ. ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പോലും, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലും നിങ്ങൾക്ക് മുമ്പിൽ ടേബിളിൻ്റെ മുകളിൽ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാൻ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പോലും വെച്ചു. അത്രയും സുതാര്യമാണ് ഞങ്ങൾ. അത് ഈ സമൂഹം വിലയിരുത്തി. എന്നിട്ട് ഇവരോ ഇപ്പോൾ മാധ്യമങ്ങളോട് തട്ടിക്കയറാണ്, ഞങ്ങളെയും വെല്ലുവിളിച്ച് ജനങ്ങളെയും വെല്ലുവിളിക്കുകയാണ്. ജനങ്ങളോട് പറയണ്ടേ എത്ര രൂപ കിട്ടിയെന്ന്? കൊല്ലം കഴിഞ്ഞ് കുറേ കഴിഞ്ഞില്ലേ, 2 കൊല്ലം കഴിഞ്ഞില്ലേ, ഇപ്പോൾ തറക്കല്ലിട്ടിട്ട് 30 ദിവസം കഴിഞ്ഞില്ലേ. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ തയ്യാറാവുക? നിങ്ങൾ മാധ്യമപ്രവർത്തകർ, ഈ നാടിൻ്റെ മുന്നേറ്റം ആഗ്രഹിക്കുന്നവർ, നാടിനെ വഞ്ചിക്കുന്നവർക്ക് ഒരു പിന്തുണയും കൊടുക്കരുത്. അവരുടെ ഈ വഞ്ചന ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ തുറന്നു കാണിക്കണം. ഒരു ജനാധിപത്യ പാർട്ടിയാണല്ലോ, അവരെ അക്കൗണ്ടൊന്നും കാണിക്കണ്ട. അവർക്ക് പറഞ്ഞൂടെ ഇത്ര രൂപ കിട്ടിയെന്ന്, ഞങ്ങൾ ഇത്ര ദിവസം വീടുണ്ടാക്കുമെന്ന്. പിന്നെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എങ്കിലും ഇതിൽ കൊടുത്തൂടെ? അതിൻ്റെ അർത്ഥം എന്താ? ഈ പ്രതിപക്ഷ നേതാവ് പച്ചക്ക് ഈ നാടിനെ പറ്റിക്കുകയാണ് എന്നുള്ളതാണ്.